നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ പെരുംജീരക കൃഷിയുടെ മനോഹരമായ കുറച്ച് കാഴ്ചകളെല്ലാം ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോയും ചെയ്തിരിക്കുന്നത്. അത് കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അത് കണ്ടു നോക്കുക സമയം പോലെ. ഈ വീഡിയോയിൽ പെരുംജീരക കൃഷിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടും അതിൻ്റെ വിളവെടുപ്പ്, സംഭരണം ഇതെല്ലാമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇവിടെ സാധാരണയായി വിൻ്റർ സീസണിലാണ് ഞാൻ പെരുംജീരക കൃഷി ആരംഭിക്കാറുള്ളത്. തണുപ്പുകാലത്തെ വിളകളിലൊന്നാണ് പെരുംജീരകവും. ഇവയ്ക്ക് ഭംഗിയുള്ള പൂക്കളും ഇലകളുമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത. ചെടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരണങ്ങൾ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇനി ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല, കാരണം കൃഷിയെക്കുറിച്ച് പറയേണ്ടതുണ്ട്. വിത്തുകൾ ഞാൻ പാകുന്നത് നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന വിത്തുകൾ തന്നെ ഉപയോഗിച്ചാണ്. ഒരിക്കലൊരു പരീക്ഷണത്തിന് വേണ്ടി ചെയ്തു നോക്കിയതാണ്. അത് സക്സസ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പിന്നീട് 2-3 വർഷങ്ങളായിട്ട് തന്നെ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ നവംബർ മാസത്തോടു കൂടിയാണ് ഇവിടെ സാധാരണ തണുപ്പ് തുടങ്ങുന്നത്. അപ്പോഴാണ് ഞാൻ വിത്തുകൾ പാകാറുള്ളതും. ഇതിനായി പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സും തെർമോക്കോൾ ബോക്സുമാണ് ഇതുവരെ ഉപയോഗിച്ച് പോരുന്നത്. അടിവളമായി മണ്ണിനോടൊപ്പം ചാണകപ്പൊടി, ഇപ്പോൾ ആട്ടിൻകാഷ്ടം ഉപയോഗിക്കാറുണ്ട്. പിന്നെ കമ്പോസ്റ്റ് ഉണ്ട്, കുറച്ച് കുമ്മായം. സ്യൂഡോമോണാസ് ഉണ്ടായിരുന്ന സമയങ്ങളിൽ അത് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ കൈവശമില്ല, അപ്പോൾ അത് ഉപയോഗിക്കാറില്ല. പിന്നെ കരിയിലകൾ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. മുട്ടത്തൊണ്ട് പൊടിച്ചത്, അങ്ങനെയെല്ലാം നമുക്ക് മണ്ണ് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇവിടെ പ്രധാനമായിട്ട് ഇത് വിത്ത് മുളച്ചു വരുമ്പോൾ നേരിടുന്ന ഒരു പ്രശ്നം പക്ഷികളുടെ ശല്യമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ നെറ്റുകൾ ഒന്ന് ഇട്ട് കൊടുക്കും, മുളച്ചൊരു പരുവത്തിലാകുന്നത് വരെ. 1-2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ വിത്തുകളെല്ലാം മുളച്ച് കിട്ടും. പിന്നീട് 1 മാസത്തിനുള്ളിൽ തന്നെ ചെടികൾ കുറച്ച് വളർന്നു തുടങ്ങും. ആ സമയങ്ങളിൽ ഫിഷ് അമൈനോ ആസിഡ് പോലുള്ളവ ഉപയോഗിക്കാറുണ്ട് വളമായി. പൂവിടുന്നതിന് മുന്നേയായി ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് കരുത്താർജിച്ച് വളരുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നീടുള്ള പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് കളകളാണ്. ധാരാളം കളകൾ ഇതിൻ്റെ ഇടയ്ക്ക് വരാറുണ്ട്. അത് നമ്മൾ ഓരോ ആഴ്ചയിൽ ഓരോ ദിവസങ്ങൾക്ക് എന്നതുപോലെ കളകൾ പറിച്ചു മാറ്റേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് മുഴുവൻ കളകൾ ആധിപത്യം സ്ഥാപിച്ച് ചെടികളെല്ലാം ഒതുക്കിക്കളയും. ചീരയൊക്കെ വിതയ്ക്കുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ വിത്ത് ഞാൻ പാകാറുള്ളത്. പിന്നെ അധികമായിട്ട് തോന്നുന്നവ വേറെ ക്യാനുകളിലേക്കൊക്കെ പറിച്ചു മാറ്റി നടാറുണ്ട്. അത് കുറച്ച് വലുപ്പമായതിനു ശേഷം മാത്രമാണ്. പറിച്ചു നടുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ കൂടുതൽ വെള്ളമൊന്നും കൊടുക്കാതെ, എന്നാൽ അധികം മണ്ണ് ഉണങ്ങാതെയും ശ്രദ്ധിക്കണം. പിന്നെ ചെടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് കടഭാഗങ്ങളിൽ മണ്ണ് കൂട്ടി കൊടുക്കാറുണ്ട്. പൂവിട്ടതിന് ശേഷവും ആട്ടിൻകാഷ്ടമോ അല്ലെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്ത് കടഭാഗത്തായിട്ട് മണ്ണ് കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നീട് കാര്യമായ വളപ്രയോഗമൊന്നും തന്നെ ചെയ്യാറില്ല. ജനുവരി മാസമാകുമ്പോഴേക്കും സാധാരണ ഇത് നന്നായിട്ട് പൂവിട്ട് തുടങ്ങും. അപ്പോഴേക്കും തേനീച്ചകൾ വരവായി അങ്ങനെ പരാഗണം നടന്ന് പൂക്കളെല്ലാം തന്നെ കായകളായിട്ട് പിടിച്ചു കിട്ടാറുണ്ട്. ഇതിൻ്റെ പൂക്കളാകുമ്പോൾ തന്നെ ധാരാളം വണ്ടുകളും അതുപോലെ തേനീച്ചകളും എല്ലാം ചുറ്റുവട്ടത്ത് നിന്ന് വന്നെത്താറുണ്ട്. അതൊരു മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടെ. പെരുംജീരകത്തിന് ഡിൽ എന്ന പ്ലാന്റുമായിട്ട് വളരെയധികം സാദൃശ്യമുണ്ട്. ബഹ്റൈനിലെ പല ഭാഗങ്ങളിലും ഇത് ധാരാളമായിട്ട് കൃഷി ചെയ്തു വരുന്നു, പ്രത്യേകിച്ച് ഫാമിംഗ് ഏരിയാസിൽ. കൂടുതലായും ഇത് ബിരിയാണിയിലേക്കാണ് ഉപയോഗിച്ചു വരുന്നത്. പെരുംജീരകത്തിൻ്റെ വിത്തുകൾക്ക് എന്നതുപോലെ തന്നെ ഇലകൾക്ക് നല്ലൊരു സുഗന്ധമാണുള്ളത്. കുലകളായി വിരിയുന്ന പൂക്കൾ എല്ലാം തന്നെ കായകളായിട്ട് തീരാറുണ്ട്. കാറ്റടിക്കുന്ന ഭാഗത്താണ് നമ്മളിത് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ വെച്ച് പിടിപ്പിക്കുന്നതെങ്കിൽ വലിയ കാറ്റുള്ള സമയങ്ങളിൽ ഒരു താങ്ങ് കൊടുക്കുന്നത് നന്നായിരിക്കും. അതിനാൽ തന്നെ ഒറ്റയായി വളരാൻ അനുവദിക്കാതെ കൂട്ടമായി വളർത്തുകയാണെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. കൂട്ടമായി വളരുമ്പോൾ കാറ്റിനെ അത് പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.
ഞാൻ ഇതുവരെ പെരിഞ്ജീരക കൃഷി ചെയ്തു വരുന്നത് ടെറസിലാണ്, ക്യാനുകളിലും തെർമോക്കോൾ ബോക്സുകളിലുമൊക്കെയായി. അപ്പോൾ ഇവിടെയുള്ള വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് കാറ്റിൻ്റെ ഗതി തന്നെയാണ്. നന്നായിട്ട് കാറ്റ് പിടിക്കുന്ന ഏരിയയാണ്. അതുകൊണ്ട് തന്നെ കൂട്ടമായിട്ട് വളർത്തുന്നതുകൊണ്ട് നമുക്ക് വളരെയധികം പ്രയോജനമുണ്ട്. കാറ്റ് പിടിക്കാതെ പടർന്നു പോകാതെ അത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഒറ്റയായിട്ട് വളരുന്നവയ്ക്കാണെങ്കിൽ നമ്മളൊന്ന് താങ്ങ് കൊടുക്കുകയാണെങ്കിൽ കാറ്റിനെ പ്രതിരോധിക്കുവാനും ഒക്കെ സഹായകരമാവും. കൂട്ടമായിട്ട് വളരുമ്പോൾ ചെടികൾക്ക് വലിയ വലിപ്പം വയ്ക്കാറില്ല, എങ്കിലും കായ്കൾ പിടിച്ചു കിട്ടാറുണ്ട്. അധികമായി കാറ്റടിക്കുന്ന സ്ഥലത്താണ് വച്ചിരിക്കുന്നതെങ്കിൽ ക്യാനുകളൊക്കെ ഒന്ന് മാറ്റി ഇടയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ചെറിയ കണ്ടെയ്നറുകളിലൊക്കെയാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ ഇതുപോലെ മാറ്റി വയ്ക്കാൻ എളുപ്പമുണ്ടാവും. ചെടികൾ വളരുന്നതോടൊപ്പം തന്നെ കളകളും ധാരാളം ഉണ്ടാകും. അതെല്ലാം ഇടയ്ക്ക് പറിച്ചു മാറ്റി എല്ലാ ദിവസവും എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം കായ്കൾ കുറച്ച് മൂത്തതിന് ശേഷമുള്ള വീഡിയോയാണ്. ഞാൻ അധികം മൂപ്പെത്താനായിട്ട് വെയിറ്റ് ചെയ്യാറില്ല. കാരണം ചിലപ്പോൾ പൊഴിഞ്ഞു പോകുന്നത് കൊണ്ട് ഒരു മഞ്ഞ നിറം, കുറച്ചുകൂടെ മഞ്ഞ മങ്ങുന്ന ഒരു കളറാകുമ്പോഴേക്കും പറിച്ചെടുത്ത് സൂക്ഷിക്കുകയാണ് പതിവ്. ബഞ്ചായിട്ട് കട്ട് ചെയ്തും എടുക്കും. ചിലപ്പോൾ ഒരു കുലയിൽ തന്നെ പല പാകമായ കായ്കളാകും ഉണ്ടാകുക. അപ്പോൾ നമുക്ക് അങ്ങനെ മുഴുവനോടെ പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ അതിൻ്റെ പാകം കറക്റ്റ് ആകാത്തത് കൊണ്ട് ഞാൻ പാകമായത് നോക്കിയാണ് പറിച്ചെടുക്കാറ്. നമുക്കിത് വേണമെങ്കിൽ 2 തരത്തിൽ ശേഖരിക്കാം. കുറച്ച് പച്ച കളറോട് കൂടിയതും നന്നായി ഉണങ്ങിയതും. നമുക്ക് ഷോപ്പുകളിൽ തന്നെ മേടിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പച്ച നിറത്തോട് കൂടിയതുമുണ്ടാവും, ഉണങ്ങിയതുമുണ്ടാവും. പറിച്ചെടുത്തതിന് ശേഷം നന്നായി കഴുകി വെള്ളമൊക്കെ വാർന്നു പോയതിന് ശേഷമാണ് ഞാൻ ഉണക്കാനായിട്ട് ഇടാറുള്ളത്. പറിച്ചെടുത്ത് തണലത്തുണക്കിയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. പെരിഞ്ജീരക സംഭരണമാണ് എനിക്ക് കൃഷിയേക്കാൾ ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ തോന്നിയിട്ടുള്ളത്. കാരണം അത് അടർത്തിയെടുക്കുന്ന ഒരു പ്രക്രിയ തന്നെ. വൻതോതിൽ കൃഷി ചെയ്യുന്നവരെങ്ങനെയാണ് ഇത് സംഭരിക്കുന്നത് എന്നുള്ളത് ഒരു ആകാംക്ഷ തന്നെയാണ് എനിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഞാൻ ഓരോന്നും ഓരോ ഞെട്ടിൽ നിന്നും മുറിച്ചെടുക്കുകയോ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അത് കുറച്ച് ക്ലേശകരമായ പ്രക്രിയ തന്നെയാണ്. ഫ്രീ ടൈം കിട്ടുന്ന സമയങ്ങളിലൊക്കെയാണ് അതൊക്കെ ചെയ്യാറുള്ളത്. നന്നായിട്ട് ഉണങ്ങി ചെടിയിൽ നിന്ന് പറിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. പക്ഷേ അങ്ങനെ ഉണങ്ങുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൊഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചയാവുമ്പോൾ തന്നെ ഒരു ചെറുതായിട്ട് മൂത്ത് വരുന്ന സ്റ്റേജിൽ തന്നെ പറിച്ചെടുക്കുകയാണ് ഇവിടെ ചെയ്യാറുള്ളത്. ഇതുപോലെ ഇങ്ങനെ അടർത്തിയെടുത്ത് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ബലം പ്രയോഗിച്ചാൽ തന്നെ അത് വരാറുള്ളൂ. അതുകൊണ്ട് സിസേഴ്സിൻ്റെ സഹായത്തോടു കൂടിയും ചെയ്യാറുണ്ട്. ഇത് അടർത്തിയെടുക്കുമ്പോൾ തെറിച്ചു പോകുക എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നമുക്കത് കൈകാര്യം ചെയ്യാൻ. ചില വിത്തുകളൊക്കെ നമ്മൾ ഉണക്കാനിടുമ്പോൾ അതിൻ്റെ ഞെട്ടിൽ നിന്നും അടർന്നു വരികയാണ് പതിവ്. പക്ഷേ പെരിഞ്ജീരകത്തിൻ്റെ വിത്തുകൾക്കൊരു പ്രത്യേകത, അത് ഉണക്കാനിട്ടാലും അടർന്നു വരാത്ത ഒരു രീതിയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് കുറച്ച് ശ്രമകരമായിട്ട് തോന്നിയിരിക്കുന്നത്. അടർത്തിയെടുത്തതിന് ശേഷവും കുറച്ച് ഉണക്കിയിട്ടാണ് ഞാൻ സൂക്ഷിക്കാറുള്ളത്. ഇതുപോലെ പേപ്പറിലോ തുണിയിലോ ഒക്കെ ഇട്ടാണ് ഉണക്കുന്നത്. പിന്നീട് അടർത്തിയെടുത്ത് സൂക്ഷിക്കുകയാണ് പതിവ്. പലപ്പോഴായിട്ടാണ് ഇത് പാകമാകുന്നത്. ചിലതൊക്കെ നേരത്തെ പാകമാകും, ബാക്കിയുള്ളത് താമസിച്ചൊക്കെ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ചാണ് പറിച്ചെടുക്കുന്നത്. ഒരു മാർച്ച് പകുതി ഒക്കെ ആകുമ്പോഴേക്കും എല്ലാം തന്നെ വിളവെടുത്ത് കഴിയും. വിളവെടുപ്പിന് ശേഷം ഇതെല്ലാം വൃത്തിയാക്കി പിന്നീട് അടുത്ത കൃഷിക്കുള്ളതായിട്ട് ക്യാനുകളൊക്കെ മാറ്റിയെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ വേസ്റ്റ് കമ്പുകളായിട്ടുള്ളതും അങ്ങനെ ഞാൻ കളയാറില്ല. അതൊക്കെ ഉപയോഗിച്ച് കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് പോസ്റ്റ് ചെയ്യാം.
പെരുംജീരക കൃഷി ചെയ്യുമ്പോൾ കുറച്ച് അധികം ഉണ്ടെങ്കിലേ നമുക്ക് കുറച്ചെങ്കിലും കിട്ടുകയുള്ളൂ സൂക്ഷിച്ച് വയ്ക്കാനൊക്കെ. സൂക്ഷിച്ച് വയ്ക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തേക്കൊക്കെ ഉപയോഗിക്കാനുള്ളത് കിട്ടും. ഇതിപ്പോൾ ഒരു ചെറിയൊരു ബോക്സിൽ ഇത്രയുമാണ് ഒരു 5-6 ക്യാനുകളിൽ നട്ടിട്ട് കിട്ടിയത്. പിന്നീട് ആവശ്യത്തിനനുസരിച്ച് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വിത്തുകളൊക്കെ റെഡിയായി കഴിയുമ്പോൾ പുറത്ത് സൂക്ഷിക്കാറില്ല, ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒക്കെ ആയിട്ടാണ് സൂക്ഷിക്കാറുള്ളത്. ഇവിടെ ചില വിത്തുകളൊക്കെ പെട്ടെന്ന് പൂപ്പൽ വരാറുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാറുള്ളത്. കുറച്ച് ദിവസങ്ങളുടെ മെനക്കേടാണ് ഇതിങ്ങനെ അടർത്തിയെടുക്കുക എന്നുള്ളത്. അതുമാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പെരുംജീരക കൃഷിയുടെ വിശേഷങ്ങൾ. ഇപ്പോൾ സാധിക്കുന്നവരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ചും തണുപ്പ് കാലങ്ങളിൽ ഗൾഫ് നാടുകളിലും പുറം രാജ്യങ്ങളിലൊക്കെ സാധിക്കുന്ന ഒരു കൃഷിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആരെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ പെരുംജീരക കൃഷി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ.